ഇന്ന് നമ്മളെ റൂമിൽ നോമ്പറയാണ്. ഒരു വലിയ ചെറിയ നോമ്പറ. അതാണ് നമ്മളെ ഹെൽപ്പർ ചെറുതായിട്ട് മാറിയേ. ഓനെവിടെന്നല്ലേ ഓൻ നമ്മള് ചെറുതായിട്ടൊന്ന് ഉറക്കി കിടത്തി. എന്നാ മാത്രമേ കാര്യങ്ങളൊക്കെ ചടപടേന്നങ്ങ് നീങ്ങുള്ളേ. നോമ്പർ ആരുതാന്ന് പറഞ്ഞില്ലല്ലോ. ഓന്റെ ഫ്രണ്ട്സിന്റെയാണ്. അതാണ് ഈ പണിയെടുക്കുന്നതിൽ ആത്മാർത്ഥത. അങ്ങനെ നമ്മള് പരിപാടി തുടങ്ങി. ചിക്കൻ റോളിന്ന് തുടങ്ങാന്ന് വിചാരിച്ച്. അങ്ങനെ അത് ഉണ്ടാക്കി സെറ്റാക്കി വെച്ചു. അപ്പുറത്ത് നമ്മള് ബിരിയാണിക്കുള്ള ചിക്കനും പൊരിയുന്നുണ്ട്. ആശാന്റെ അവർക്ക് അധികം നേരം നീണ്ടു നിന്നില്ല. ഓന് വേഗം എണീച്ചു. പിന്നെ നമ്മൾ എല്ലാത്തിലും ഹെൽപ്പ് ചെയ്യാൻ ഓനും ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ കാര്യമായിട്ട് ബ്രെഡ് വരുത്തുമ്പോ ഓന്റെ വക ഓൻ അവിടെ മാവ് വരുത്താണ്. പിന്നെ ഒരു റോളൊന്നും മാറ്റിയിട്ട് ഓൻ തന്നെ പരത്തിക്കോളാന്ന് പറഞ്ഞു. പിന്നെ അത് ഫ്രൈ ചെയ്യാനുള്ള ചടങ്ങാണ്. ഇതിനിടയിൽ ഉമ്മാന്റെ സ്കില്ലൊക്കെ വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ജ്യൂസ് അടി പരിപാടി അവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പത്തേക്ക് നമ്മൾ ചിക്കൻ റോളും ഫ്രൈ ചെയ്ത് ബ്രെഡ് പോക്കറ്റും സെറ്റാക്കി. അങ്ങനെ അതൊക്കെ കൊടുത്തുവിട്ട് ഇനി നമ്മൾ നോമ്പ് തുറക്കാനുള്ള സമയമാണ്. നോമ്പ് തുടങ്ങിയിട്ട് ഇത്ര ദിവസമായിട്ട് നമ്മൾ മൂന്നാളും ആദ്യമായിട്ട് ഒരുമിച്ച് നോമ്പ് തുറക്കുന്നത്. പിന്നെ മൂന്നാളും ക്രിക്കറ്റും കണ്ട് അടവരുത്തലായിരുന്നു. കുറച്ച് കഴിഞ്ഞാൽ പടവരുത്തൽ ഏൽപ്പിച്ചിട്ട് ഞാൻ ബിരിയാണി പോയി സെറ്റാക്കി. അല്ലെങ്കിൽ ഫുഡ് ആവില്ല. പിന്നെ അടയൊക്കെ മസാലയാക്കി സെറ്റാക്കി. പിന്നെ ബിരിയാണിയും ദമ്മിട്ട് കുറച്ച് ലേറ്റ് ആയി പോയെങ്കിലും നമ്മുടെ ഫുഡൊക്കെ അടിപൊളിയായിട്ട് റെഡിയായി. അങ്ങനെ എന്റെ ഫ്രണ്ട്സ് വന്നിട്ട് ഫുഡും കൊണ്ടുപോയി. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഭയങ്കര അടിപൊളി ദിവസമായിരുന്നു. മൂന്നാൾ ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കുക, ക്ലീൻ ചെയ്യുക, ഒരുമിച്ച് നോമ്പറക്കുക. അങ്ങനെ എല്ലാം കഴിഞ്ഞ് എന്റെ കിച്ചനും ശാന്തായി. അപ്പം നാളെ കാണാം. പിന്നെ ഇഷ്ടമായ ഫോളോയിലേക്ക് മറക്കല്ലേട്ടാ. ബൈ.